പോലെ നിറഞ്ഞിരിക്കുന്ന ഒരു നായകൻ. ആൻഡ് ലേറ്റർ ഓൺ നായക എൻ്റർ ആവുന്നു ഇൻ ഹിസ് ലൈഫ്. സോ ഓളെ കിട്ടാതിരിക്കോ ഓർ കെട്ടി പണ്ടാരടങ്ങോ എന്നതാണ് ഈ ഫിലിം. ഇതിൽ നായികയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. ഭയങ്കര എക്സെൻട്രിക് ആയിട്ടുള്ള ആളാണ് കേട്ടോ. ഐ ഡോണ്ട് തിങ്ക് ദ ക്യാരക്ടർ ഡിമാൻഡ്സ് ബട്ട് ഹർ ആക്ടിംഗ് സ്കിൽ ഇസ് വേറെ ലെവൽ. ഭയങ്കര കോൺഫിഡൻ്റ് ആണ് ആള്. ബിന്ദു പണിക്കരുടെ മോളിലെ അതാണ് ആള്. ഒരു ന്യൂ കമറും ഇതേ ലെവലിൽ പെർഫോം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല സപ്പോർട്ടീവ് പാരൻസ് ആണെന്ന് തോന്നുന്നുണ്ട്. ആൻഡ് അവളുടെ അപ്ബ്രിങ്ങിങ് ഓൾസോ നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട്. ബിക്കോസ് വെൻ ഐ പുട്ട് മൈസെൽഫ് ഇൻ എ പ്ലേസ് ഐ ജസ്റ്റ് കാൺട്ട് ആക്ട് ലൈക്ക് ദിസ് സോ മച്ച് കോൺഫിഡൻസ്. ആദ്യമൊക്കെ ഞാൻ എക്സ്ട്രോവേർട്ട് ആയിരുന്നു. പിന്നെ പാരൻസിൻ്റെ ട്രെയിനിങ് കൊണ്ട് ഇപ്പോൾ ഇൻട്രോവേർട്ടാണ്. എനിക്കൊരു മനുഷ്യനെ ഫേസ് ചെയ്യാൻ പറ്റില്ല. അവർ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്ത് പറയാൻ, ഞാൻ ഈ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ക്യാമറ നോക്കി പോലും അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കാൻ പോലും എനിക്ക് പറ്റില്ല. ഐ എം ഓൾവേസ് ഇൻ ദ ഷെൽ. അതൊക്കെ മാറ്റം വരുത്താനാണ് ഈ യൂട്യൂബ് ചാനൽ. സോ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക കേട്ടോ. ബാക്ക് ടു ദിസ് ഫിലിം ഷറഫുദ്ദീൻ ഇച്ചിരി മസലപ്പെടുത്തുന്നുണ്ട്. അത് ഇച്ചിരി കുറച്ചാൽ കൊള്ളായിരുന്നു. ബട്ട് അത് ഈ ഫിലിമിൻ്റെ ആസ്വാദനത്തിന് എഫക്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഈ ഫിലിമിൽ നമ്മുടെ പണ്ടത്തെ നായികയുണ്ട്, അരവിന്ദിൻ്റെ അതിഥികളിലെ ആ ഡാൻസ് ടീച്ചറിലെ എന്ത് ഭംഗിയായിരുന്നു. ഇതിലാകെ ഒട്ടി ഉണങ്ങിപ്പോയി പാവം. ആൾ ക്രാഷ് ടൈറ്റ് എടുത്തതാണെന്ന് തോന്നുന്നുണ്ട്. ബട്ട് മൊത്തം ക്രാഷായി പോയി. കഥ കണ്ടിരിക്കാം. ബട്ട് എനിക്കിത് വർക്കായില്ല. ഇടയ്ക്ക് ഇച്ചിരി കോമഡിയൊക്കെ ഉണ്ട്. ബട്ട് ലിറ്റിൽ ബിറ്റ് ക്രിഞ്ച് ആയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പിന്നെ നമ്മുടെ ടി വിയിലെ കോമഡി ഷോസൊക്കെ കണ്ട് ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ സിനിമ ഇഷ്ടപ്പെടും. സോ കണ്ടിട്ട് അഭിപ്രായം പറയാം കേട്ടോ.